എന്തായാലും എനിക്ക് തോന്നുന്നു സാർ ഇവിടെ എത്തിയിട്ട് കറക്റ്റ് ഇന്നും കൂടെ ആകുമ്പോൾ ഏകദേശം 5 ദിവസമാണ്. 4 ദിവസം കഴിഞ്ഞ് ഏകദേശം 5-ാം ദിവസമായി. പക്ഷെ 5-ാം ദിവസമാണ് സാറിന് ക്യാമ്പസ് കാണാനായിട്ട് പറ്റിയത്. അപ്പൊ ഈ ഒരു 5-ാം ദിവസം ക്യാമ്പസ് വന്ന് കണ്ടു. ക്യാമ്പസ് കണ്ടതിൽ നിന്ന് ക്യാമ്പസിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എങ്ങനെയുണ്ട് ഫർഗാനയുടെ ക്യാമ്പസ് നമ്മുടെ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലും ഞാൻ പോയിട്ടുള്ളതാണ്. മെജോറിറ്റി കോളേജുകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇൻഫ്രാസ്ട്രക്ചർ വൈസ് നല്ല ക്യാമ്പസാണ്, ബ്യൂട്ടിഫുൾ ക്യാമ്പസാണ്. പഠിക്കാനുള്ള എല്ലാ അന്തരീക്ഷവും നിലവിലുണ്ട്. കുട്ടികൾ പഠിച്ചാൽ മാത്രം മതി. അല്ലല്ല സാർ ഇപ്പോ എന്താണ് കേരളത്തിലുള്ള എല്ലാ മെഡിക്കൽ കോളേജിലും പോയിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. സാർ ഈ മെഡിക്കൽ റിലേറ്റഡ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്? അതെ, ഞാൻ ഫാക്കൽറ്റിയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫാക്കൽറ്റിയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫാക്കൽറ്റിയാണ്. അപ്പൊ ഞാൻ എന്താണ് ന്യൂക്ലിയർ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ അവിടുത്തെ ഒരു ഗവൺമെന്റ് കോളേജിന്റെ ഒരു ക്യാമ്പസ് അല്ലെങ്കിൽ കേരളത്തിലെ ഒരു പ്രൈവറ്റ് കോളേജുകൾ, ചിലപ്പോൾ ഗവൺമെന്റ് കോളേജുകളുടെ ക്യാമ്പസ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യൽ ചിലപ്പോൾ പോസിബിൾ ആയിരിക്കും. അല്ല ഒരു പ്രൈവറ്റ് കോളേജിന്റെ ഒരു ക്യാമ്പസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാൾ ഒരു ബെറ്റർ ക്യാമ്പസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? തീർച്ചയായും. കാരണം ഇപ്പൊ നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നെ ഒരു ഫാക്കൽറ്റി ടീച്ച് ചെയ്യുന്ന നമ്പർ ഓഫ് സ്റ്റുഡൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ വളരെ കൂടുതലായിരിക്കും സ്റ്റുഡൻസിന് കിട്ടുന്നത്. അപ്പൊ അതുകൂടാതെ തന്നെ ഈ ഒരു ഒറ്റ വ്യൂവിൽ ഞാൻ കണ്ട കാര്യങ്ങളിലെല്ലാം ഈ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്ക് യു സർ.